തുറയിനും അതിങ്ങോട്ടും എല്ലാനും അവർക്ക് എപ്പഴും വേലയുണ്ട്. അവർക്ക് എപ്പഴും വേലയുണ്ട്. അവർ അതിങ്ങോട്ടും തുറയിനും അവർക്ക് എപ്പോഴും വേലയുണ്ട്. എന്തെങ്കിലും വീട്ടിൽ ജോലിക്ക് അടുക്കള പണിക്ക് എന്തെങ്കിലും വെക്കണം. പട്ടിണി കിടക്കമില്ലേ? പട്ടിണി കിടക്കണം. മരിച്ചിനി മീന് എന്തെങ്കിലും വെക്കണം. അവർക്ക് എപ്പോഴും വേലയുണ്ട്. നമുക്ക് വേലയില്ല. അവര് അരങ്ങോല ഇരിന് തുറപ്പരിന് എല്ലാ ഇരിന് ഇത് തന്നെ വേല. ഇത് തന്നെ വേല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് പാട്ടി അവർക്ക് അരങ്ങോല ഇരിക്കും തുറപ്പരിക്കുമ്പോ അവർക്ക് നമ്മക്ക് ഒന്നുമില്ല. അവർക്ക് മര്യാദക്ക് ഇരുന്നൂടെ? അവർക്ക് വേലയുണ്ട്. അവർക്ക് മര്യാദക്ക് ഇരുന്നൂടെ? പൈസ ഇല്ലേ? ഇന്ത്യ കൂടുവടി. ഇന്ത്യ കൂടുവടി. പൈസ ശരിയാണെങ്കിൽ കൂടുതൽ ആവശ്യം. ആ പെണ്ണോ ഇങ്ങനെ തന്നെ. ആ തള്ളയിലൂടെ അവൻ എങ്ങനെ അവിടെ തള്ളയിലോട് പിന്നെ മോള് എങ്ങനെ ആയിരിക്കും? ആ പെണ്ണും ഇങ്ങനെ തന്നെ. നീ തള്ളയിലൂടെ കൂടെ എങ്ങനെ ആവും? തള്ളയിലൂടെ എന്നെ മോള് ആവുക എങ്ങനെ അവൻ തള്ളാണിക്ക് പോലെ മക്കളും കാണിക്കോളൂ. തള്ള കാണിക്കാൻ പോലെ തന്നെ മക്കളും കാണിക്കണേ. അപ്പൊ ഇങ്ങോട്ട് വന്നാ അപ്പൊ തുടങ്ങും ജോലിയെ. എന്റെ കൂടെയും ജോലി ചെയ്യാൻ പറയും. വയസ്സാം കാലത്ത് അടങ്ങിയിരുന്നൂടെ? വെറുതെ ഇരുന്ന് ഉള്ള ഒരു ശീലമല്ല. ആവുമെങ്കിൽ ഞാൻ എഴുത്ത് എല്ലാ ജോലിയും ചെയ്യും. എനിക്കിഷ്ടമില്ല. അത് തന്നെ വയസ്സാം കാലത്ത് വയ്യാതിരിക്കണിയോ? വയസ്സാം കാലത്ത് വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ പാട് വെട്ടേ പറ്റുള്ളൂ. ജോലിയൊന്നും ചെയ്യണ്ട, എനിക്ക് പെണ്ണ് തരും. ഞാൻ ഒന്നും ചെയ്തെങ്കിലും പെണ്ണ് തരും. എനിക്ക് ജോലിയൊന്നും ഇഷ്ടമില്ല. വെറുതെ ഇരിക്കാൻ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടം. കാക്ക ഒന്ന് തലയിടുന്നു. ആ ചെറുക്കനിക്ക് മരിച്ചിനെയാണ്. ചെറുക്കനെ കൊണ്ട് മരിച്ചിന് വാങ്ങിപ്പിക്കാം. ചെറുക്കൻ ഇരിച്ചിട്ട് പെണ്ണെപ്പോഴും അടുക്കളിക്കകത്ത് തന്നെ. ഈ തളയും പെണ്ണോട് എപ്പോഴും വേല ചെയ്യും. പോട്ടി മരിച്ചിന് വാങ്ങിക്കാൻ പറയാം. ചെറുക്കൻ എന്തോ നിക്കണ മരിച്ചിന് വാങ്ങിക്കാൻ പറയാം.
ചെറുക്ക രണ്ടീര് മറ്റീന് വെച്ചോണ്ടാ ചെറുക്ക രണ്ടീര് മറ്റീന് വെച്ചോണ്ടാ തേന് അവിക്കായി ആ ഇന്നലെയൊന്നും ആവശ്യമില്ലല്ലേ ഇന്നലെയൊന്നും ആവശ്യമില്ലല്ലേ എനിക്കാന്നല്ലേ ഉള്ളായിരുന്നു ആ പെണ്ണിന്റെ പറഞ്ഞാലേ നടക്കുള്ളൂ ഈ ചെറുക്കന്റെ പറഞ്ഞാലിന് നടക്കല്ല ആ പെണ്ണിന്റെ കണ്ണിലേ ചെറുക്ക നീ പോയി വാങ്ങിച്ച നീ പോയി വാങ്ങിച്ചോട്ടാ ഒരു ചന്ത തുടങ്ങുമ്പോഴല്ലേ വാങ്ങാൻ പറ്റൂ. അത് 11 മണി ആവൂലേ? 11 മണി ആവട്ടെ. മണി ഇപ്പം അച്ഛനൊന്നും അറിയില്ല. ചുറ്റു കാണിക്കാന വേല നോക്കി കണ്ടോ? ഇപ്പൊ അവിടെ കൂടെ കളിക്കുകയാണ്. നമ്മള് പോവാണ് ഇവിടെ അമ്മാവനെ കൂടെ കഞ്ചാവും പോവും കൂടെ കഞ്ചാവും പോവും എന്നാണ് അച്ഛൻ ജോലി. ഹലോ ഗായ്സ്, അച്ഛന് പോവാൻ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വായിക്കാൻ കൊണ്ടുപോകുന്ന അപ്പൊ നമ്മളിങ്ങനെ കാണി വായിച്ചമ്മ അയ്യോ എനിക്ക് ഡാൻസിൽ പോകാനാണ്. ഇത് കണ്ടോ മൂത്തി വിൽക്കണ മഞ്ഞയാണ്. കായുണ്ട് ഇത് ഇതാണ് മണി മണി മണിയെ നോക്കണ മണി നമ്മള് ശരി ഈ പെണ്ണെന്തരാണ് മനസ്സിലാവുന്നേ നിനക്ക് മനസ്സിലാവുന്ന മനസ്സിലാകണം മനസ്സിലാവണം. ഈ പറയണ അല്ലിൽ നടച്ചു പോവും ചെനി കൊച്ചിന്റെ തലയിൽ വെക്കാല്ല. മറ്റെന്നാ പൊങ്കാലയ്ക്ക് പോകുമ്പോഴേ മരച്ചടച്ച് പോവും എന്ന് പേര് പോണ എന്ന് പോണ മറ്റന്നാളോ അറിഞ്ഞില്ലായിരുന്നാ? ഞാൻ അറിഞ്ഞില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു അവള് പൊങ്കാലയ്ക്ക് പോകുന്നു? പാണെങ്കിൽ പോട്ടെ പോണ ഈ എന്റെ കോവില് പൈപ്പ് പൊങ്കാലിന്റെ എന്നാണ് കോവിലെ പൈ പൊങ്കാലിന്റെ എന്തിന് ആ കൊള്ളാം. പിന്നെ പൊങ്കാല ഇട്ടിട്ട് വന്നിട്ട് എല്ലായിടത്തും ഇടാം കോവിലൊക്കെ ഇടാം. കോവിലിനകത്തിരിക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ. റോഡുകളിൽ നമ്മള് ഓരോരുത്തർ പോലില്ലെന്ന് പറഞ്ഞോട്ടെ പോയതൊന്നും ഒരിടമല്ലേ?
ചോറ് ചോറ് വലിയ കിടക്കണം. എന്നും കുളിപ്പിക്കേണ്ട കാര്യം തണുപ്പിച്ചിടുന്നത് നല്ലതല്ല. തണുപ്പിച്ചിട്ട് കൊടുക്കാൻ ഓ ഡാൻസിന് പോകാൻ ഇറങ്ങുന്നില്ലേ? കൊച്ചിന് കൂലിപ്പലിയാ ഞായറാഴ്ച എവിടെ ഇന്ന് ഞായറാഴ്ച. നിങ്ങൾ എന്നെ പറയും ഞായറാഴ്ച ലീവാണ്. നിങ്ങൾ എന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ ജോലി ഇന്ന് പോണ്ടേ? ഞായറാഴ്ച സ്കൂളില്ലെന്ന് അറിഞ്ഞില്ലേ? മറന്നു പോയി അതെല്ലാം മറക്കണം. എനിക്കൊന്നും ഓർമ്മയില്ല. ഇവിടെ ശ്രദ്ധിച്ച് നിൽക്കണം. ഇതൊന്നും ഓർമ്മ മനുഷ്യന് ഇനിയും കറക്റ്റ് ഓർമ്മ വരും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ രാത്രി കിടന്ന് ഉറങ്ങിയോ? ഇന്നലെ രാത്രി ആദ്യം ഉറങ്ങി. സാധാരണ ഉറങ്ങൂലെന്നല്ലേ പറയുന്നത്. കഥയിലല്ല കിടന്ന പരമ്പറ്റി വിരിച്ച് അവിടെ തൂത്തത് തലയെ കിടന്നു. ഇന്നലെ അതിന് കട്ടില്ലല്ലേ കിടന്നത്? ആരും ഉറങ്ങി തലയിൽ 11 മണിക്ക് ഞാൻ മേലെ വാങ്ങുമ്പോഴേക്ക് അവിടെ നിങ്ങൾ കട്ടിലാണ് കിടന്നത്. ആരെടുത്താണ് കിടന്നത്? ആ മന്നനക്ക് ഇന്നലെ നിങ്ങൾ കട്ടിലാണ് ഭാര്യക്ക് തലയിലാണ് കിടന്നത്. തലയിലാണ് കിടന്നത്. പാതയ്ക്ക് തലയിലാണ് കിടന്നത്. കണ്ടപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇറങ്ങി നോക്കിയപ്പോഴും കണ്ടത് ഞാൻ കട്ടിയിൽ കിടക്കണ്ട തുണിയാക്ക കിടന്നതാ. ഇടയ്ക്ക് ഒടിച്ച് കിടന്നു. ഇപ്പൊ അല്ല വെച്ചിരുന്ന തുണിയൊക്കെ വാങ്ങ മരിച്ചിന് വെച്ചോടാർക്കാ ആവട്ടെ. പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടോ? നീ മരിച്ചിന് വെച്ചോടാ. അച്ഛനെ കൊണ്ടുവന്നാ? എപ്പം കൊണ്ടുവന്നാ? കുറച്ചു നേരമായി. കുറച്ചു നേരമായ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. നമ്മളും കണ്ടില്ലായിരുന്നു. ഇപ്പോഴും ഇവിടെ കവറിലിരിക്കണാണ് കണ്ടത്. എൻ്റെ മോൻ കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് പോയി. അവൻ കൊണ്ടുവരും. അവൻ അഞ്ചോട്ട് ഒരു ഇവിടെ നടന്ന നമ്മളാരും കണ്ടില്ല. നമ്മളാരും കണ്ടില്ല. ഞാനും കണ്ടില്ല. ഞാൻ കണ്ടെങ്കിൽ അടുത്തേനെ. എത്രയാ മച്ചിരി? 100 രൂപ മരിച്ചിരുന്നു. 3 രൂപയല്ലേ? നിറയെ ഉണ്ടാ? പെട്ടെന്ന് അടുപ്പിലാക്കി. എന്താണ് രാവിലെ രണ്ടുപേരും കൂടെ ഒരു സമ്മേളനം? ഒരു ചെറിയ ഇന്നത്തേക്ക് ആണല്ലോ. മാമി ഞാൻ ആ സൈക്കിൾ കൂട്ടാൻ പോകും. അമ്പലത്തിലെ പ്രസാദം. പ്രസാദോ? അരിയല്ല, പ്രസാദം കൊണ്ടുവന്ന് മീനിന് ചോറ് കൂടെ വെച്ചാൽ മതി. മീനില്ല, മരിച്ചിന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് അത്രേ ഉള്ള? ഓ, മീൻ വാങ്ങിച്ചില്ല. എന്ത്? ആറ്റിയ പൊങ്കാലയുണ്ട്, മീൻ വാങ്ങണില്ല. ആദ്യമോ പൊങ്കാല? ഓ, നീ പൊങ്കാലേക്ക് പോവാ? ഓ, ഞാൻ പോണു. എന്നീ? മറ്റന്നാ. മറ്റന്നാള്? ഓ, ഞാൻ പോണു. അതുകൊണ്ട് ഞാൻ വാങ്ങണില്ല മീന്. നിന്ന എങ്ങനെ തിന്നും? ഇങ്ങനെ ചവച്ച് തിന്നണം.
അത് തന്നെ എങ്ങനെ പിന്നെ എവരെ കാര്യത്തിൽ ചവയ്ക്കാനും പറയാൻ പറ്റൂല. എടുത്ത് വിഴുങ്ങിയല്ലേ എനിക്ക് മീൻ വേണം, എനിക്ക് മീൻ വേണം. ഇന്ന് മരിച്ചീനിയും ചോറും മാത്രം തിന്നാൽ എനിക്ക് മീൻ വേണം. ഇന്ന് മരിച്ചീനിയും ചോറും മാത്രം നമുക്ക് നിങ്ങൾ തിന്നൂലേ? മരിച്ചീനിയും ചോറ് മാത്രം തിന്നൂലേ? എനിക്ക് മരിച്ചു മാത്രം മതി. എനിക്ക് മരിച്ചതിന് മറ്റേ മതി. എനിക്ക് മരിച്ചതിന് മാത്രം എപ്പോഴെങ്കിലും ഒരിടത്ത് നിങ്ങൾ മരിച്ചിന് മാത്രം മതി. എനിക്ക് മീൻ വേണ്ട, മരിച്ചു മാത്രം മതി. അതെ, അതുകൊണ്ട് അവർക്ക് മരിച്ചിന് മാത്രം മതിയെന്ന്. എനിക്ക് ഇത് മരിച്ചിന് മാത്രം മതിയാ? മീൻ വേണ്ടേ അപ്പം? വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ അച്ഛ മീൻ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ വെച്ചിരിക്കും. അത് കൂടെ വെച്ചിരിക്കാം. പൊങ്കാല ഇടണോണ്ടേ, പൊങ്കാല വെക്കണോണ്ട് മീൻ വെക്കൂല. പൊങ്കാലയ്ക്ക് വ്രതം വേണ്ടേ അമ്മ? വീട് വൃത്തിയില്ലാതെയാണ് പൊങ്കാലയ്ക്ക് പോണ്ട നമ്മള്. ഉറക്കെ പറ. നമുക്കറിഞ്ഞൂടെ? പൊങ്കാലയ്ക്കൊന്നും പോയിട്ടില്ല. പൊങ്കാലയ്ക്ക് പോയിട്ടില്ലേ? നിന്റെ അമ്മ നിന്റെ അമ്മ പൊങ്കാലയ്ക്കൊന്നും പോയിട്ടില്ല. പോയിട്ടില്ല. അവർക്ക് മാസക്കൂടി ആയോണ്ട് പോവില്ല. അവർക്ക് മാസക്കൂലി ആയോണ്ട് പോകൂലെന്ന്. അവർക്ക് പോവില്ല. അപ്പൊ നിങ്ങൾ പണ്ട് പൊങ്കാലൊന്നും കഴിച്ചിട്ടില്ലേ അമ്മ? പൊങ്കാല വീട്ടിൽ അവര് നമുക്ക് അവർ വീട്ടിലിടും. ആരിടും? അമ്മ ഇടും. അമ്മ ഇടോ? വീട്ടിൽ പൊങ്കാല വീട്ടിൽ ഇടോ? അതായത് അമ്പലത്തിൽ പോവാതെ വീട്ടിൽ പൊങ്കാല ഇടോ? വീട്ടിൽ പൊങ്കാല ഇടോ? പരുത്തി പോവില്ല. പോവൂല. കോവിലൊന്നും പോവില്ല. പോവൂലേ? വീട്ടിൽ പൊങ്കാല. വ്രതമൊന്നും എടുക്കൂലായിരുന്നാ? മീനൊക്കെ കഴിച്ചിട്ടിടോ? അറിഞ്ഞൂടാ. വ്രതം എടുക്കുമായിരിക്കും. ഇവർക്ക് ഇവർക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. എടുക്കുമായിരിക്കും, അറിയാത്തോണ്ടായിരിക്കും. അപ്പൊ എന്തായാലും മീനില്ലാതെ നമ്മള് ഇന്ന് മരിച്ചീനിയും ചോറും തിന്നാൻ പോണം അല്ലേ? അല്ലേ? മീൻ മരിച്ചീനി ചവച്ച് വെച്ചിട്ടാണ്. നിങ്ങൾ ചവയ്ക്കില്ലല്ലോ. മീൻകറി പൊങ്കാലായിട്ട് വെക്കാൻ പറ്റൂല. പൊങ്കാലയിട്ട് വെക്കില്ല. മരിച്ചീനിയും ചോറും അച്ചാറും. അച്ചാറില്ലേ? അച്ചാറും കൂട്ടി മരിച്ചീനിയും ചോറും കഴിക്കും. കേട്ടാ? അപ്പൊ മരിച്ചീനിയും ചോറും അച്ചാറും കഴിക്കാൻ പോണെന്ന് പറ. മരിച്ചീനിയും ചോറും അച്ചാറും കഴിക്കാൻ പോണേ. നിങ്ങളെ പാട്ടിന് പോന്ന് പറ. നിങ്ങളെ പാത്രമൊക്കെ തരുമോ? അങ്ങനല്ലല്ലോ നിങ്ങളൊക്കെ പാത്രമൊക്കെ തരുമോ? നിങ്ങളെ പാട്ടിന് പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പാത്രം തരുമെന്ന്. പാട്ടിന് പോണേ. ശരി, പിന്നെ കാണാന്ന് പറ. ഇതെന്തിനമ്മ ഈ തറയിൽ കിടക്കണ മരിച്ചിന് നുള്ളി പറക്കി തിന്നണ കഴിവാതാ? കാട് നോക്കി പോവാൻ പറഞ്ഞാ പിന്നെ ഇവിടെ മരിച്ചിനെയും മീനൊക്കെ ആരും അകത്തോണ്ട് വരും. നീ അകത്തോട്ട് അമ്മയ്ക്കുള്ള മീന് വെളിയില് ഞാന് അവൻ വായിക്കും. പിന്നെ അതുകൊണ്ട് നീ നിന്റെ പാടുകൊണ്ട് പോവാൻ പറഞ്ഞു. അമ്മ അത് അവിടെ അല്ല, അത് ഫോണിൽ നോക്കിയാന്ന് പറഞ്ഞാ നിങ്ങളെ പാട് നോക്കി പോവാൻ. അമ്മയ്ക്കുള്ള മീന് വെളിയിലുണ്ട്. ഞാൻ വെളിയിൽ അകത്ത് കയറ്റൂല, വെളിയിൽ വെച്ചിട്ട് അവിടെ ഇന്നലത്തെ ബാക്കി കുറച്ച് മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും കൂടെ നാളെ പിന്നെ ഫുള്ളി വെജിറ്റേറിയൻ ആയിരിക്കും. മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊക്കെ കറി വേണം, അല്ലാതെ പറ്റൂല. അപ്പം നാളെ ഫുള്ള് വെജായിരിക്കും. നമ്മൾ കറിയൊക്കെ വെളിയിൽ വെച്ചിട്ട് വയ്ക്കും, അകത്ത് കയറ്റൂല. പരിപ്പം എനിക്കിപ്പോൾ വ്രതം എന്ന് പറഞ്ഞാലും ഇവർക്ക് ആർക്കും വ്രതം പറ്റൂലല്ലോ. ഇവർക്ക് അമ്മയ്ക്ക് ഇപ്പോൾ വ്രതമൊന്നും എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അമ്മയ്ക്ക് മീൻ വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് വെളിയിൽ ചായപ്പ് ചെയ്തേക്കണം. അതെ, വെളിയിൽ തന്നെ മീനും കറിയൊക്കെ വെച്ചിട്ട് അവിടെ അങ്ങ് വച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കുണ്ട്
അകത്ത് കയറ്റൂല, ഞാൻ കഴിക്കൂല എന്നേ ഉള്ളൂ. അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് പോകണമല്ലോ. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഇച്ചിരി പാടാണ്. സോ അപ്പോൾ ഇനി അടുത്ത് പൊങ്കാല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. കൈ എൻഗേജിനാണ്. ടാറ്റോട് ടാറ്റോട് ടാറ്റാ.